ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. നമ്മുടെ ചാനലിലെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോണ ബീച്ച് പുതുവൈപ്പ് ബീച്ചിലാണ്. പുതുവൈപ്പ് ബീച്ച് നല്ല ആംബിയൻസ് ഉള്ളൊരു ബീച്ചാണ്. അവിടെ നല്ല അടിപൊളി ബീച്ചാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബീച്ചാണ് പുതുവൈപ്പ്, ചെറായി, പിന്നെ അങ്ങനെ കുറേ ബീച്ചുകളൊക്കെ ഉണ്ട്. അവിടെ അടുത്ത് ചെറായിക്ക് മുമ്പുള്ളൊരു ബീച്ച് ഉണ്ടല്ലോ, അങ്ങനെ നല്ല ബീച്ചാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് എൻജോയ്മെന്റ് ചെയ്യുന്ന വീഡിയോ ആണ്. നല്ല അടിപൊളിയാണ്. നമ്മൾ അവിടെ പോകുമ്പോൾ കുറച്ച് അവിടെ എത്തുമ്പോൾ തന്നെ നമുക്കൊരു മഴക്കാരൻ്റെ ഒരു ഇത് കാണാം. ഏറ്റവും മുതൽ നല്ലൊരു മഴക്കാരുണ്ടാവും. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം എല്ലാവരും ആ വീഡിയോ കാണണം. സെറ്റാണ്, ആരും സ്കിപ്പ് ചെയ്യരുത്. എൻജോയ്മെന്റ് വീഡിയോ ആണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇതിക്ക് മുമ്പിട്ട് ചെറായി പോണ വീഡിയോ ഇട്ടപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇത് കുറച്ച് ലോങ് കൂടിയ വീഡിയോ ആയിരിക്കും വെച്ചാൽ എല്ലാ വീഡിയോ എടുത്തിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും മിക്ക ഒരു ദിവസം നമുക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനത്തെ കുറച്ച് സാഹചര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന വരില്ല. പക്ഷേ ഈ വീഡിയോ നമ്മൾ എല്ലാം എടുത്തിട്ടുണ്ട്. ഇൻട്രോ ഞാൻ എങ്ങനെ എടുക്കണം, ഇൻട്രോ വെച്ച് ബാക്കി എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ടോ. ഓക്കെ, വീഡിയോ കണ്ടിട്ടോ. ഇതാണ് കോസ്റ്റ്ലി പാലം. ഇതുപോലെ പാളമുക്ക് ഹാർബർ കൊച്ചി ബോട്ട്. അതെ കാണേ ബോട്ടിങ് ടൂറിസ്റ്റ് ബോട്ട് ഉണ്ടല്ലോ. പുതുവൈപ്പിലേക്കുള്ള ബീച്ചിലേക്കാണ് നമ്മൾ പോണേ. നമ്മളിവിടെ ബീച്ചിലെത്തിയിട്ടുണ്ട്. നടക്കാണ് അയൻ നല്ല ഭംഗിയുണ്ട് ഗൈസാണ്. ആ മരം നല്ല രസമാണ്. എനിക്ക് ആ മരം കുറച്ച് ഇഷ്ടപ്പെട്ടെ. ഇവിടെയാണോ തോന്നുന്നു കാറ്റടി നിൽക്കുക. ഇവിടെയാണോ മറ്റേ കാറ്റടിയൊക്കെ? ഇവരുടെ ഷൂട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പോവാണത്. അവിടെ ഭയങ്കര മഴക്കാറുണ്ട് കേട്ടോ. ധോണി ഹാപ്പിക്കുളവാക്കണം. വൈപ്പ് ഭയങ്കര. നമുക്ക് വണ്ടിക്ക് പോവാം. നല്ല മഴയുണ്ട് അവിടെ പോക്കി. ഇല്ലില്ല, പണിയിട്ട് മിക്കാറും. അപ്പൊ ഇവരുടെ ഷൂട്ടൊക്കെ എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഷൂട്ട്? എങ്ങനെയുണ്ടായി? അടിപൊളിയായിരുന്നു. പിന്നെ എന്തൊക്കെയായിരുന്നു ഹോട്ടല്? കാലൊക്കെ കുത്തിക്കയറുന്നൊക്കെ പറയണല്ലോ. എന്താ കുത്തിക്കയറിയേ? കച്ചി. അതവിടെ നിന്നല്ലേ തേയില കാഴ്ച. അവിടെ നല്ല അവിടെ ഭയങ്കര കച്ചിയാണ്. അപ്പൊ അങ്ങനെ കുത്തിക്കയറി അങ്ങോട്ടേക്ക് പോവാ. അയ്യോ, വെള്ളം ഇവിടം വരെ എത്തി. പോവാ. നല്ല മഴ വരാൻ വേണ്ടി ഫോണൊക്കെ മറന്നു. മഴയത്ത് എല്ലാരും ഓടണ അവസ്ഥ. ഇമ്മ ഓടിക്കോ വണ്ടിയോടെ. നല്ല മഴ. നല്ല മഴ. എന്റെ പൊന്നോ, ഇവിടെ ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് നമ്മളൊക്കെ നേരെ വേഗം ഇങ്ങോട്ട് പോന്നില്ലേ. ഞാൻ അപ്പോഴും പറഞ്ഞാണ് ഞാൻ നേരത്തെ പോരാ ഞാപ്പിക്കൊട്ടും പറ്റുള്ള. അതുകൊണ്ട് അവന് ആ മഴ ഒന്ന് പറയട്ടെ. എന്തായിരുന്നു മഴയത്ത് ഓടി വന്നപ്പോ ഉള്ളത്?
ഭയങ്കര എക്സ്പ്രഷൻ ഒന്നും പറയണ്ട. വൈഡോ മഴയത്തും വൈബ് വെയിലത്തും വൈബ് കുളിക്കുമ്പോ വൈബ് എല്ലാത്തിനും വൈബ്. അയാപ്പിക്ക് എന്താ പറയാനുള്ളത്? എന്നാല് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പേ അയാപ്പിന്റെ അതെ മഴ പൊളിച്ചു. എല്ലാരും ഓർഡർ കാണാൻ നല്ല രസമാണ്. അത് ഞാൻ വീടെടുത്ത് എല്ലാവരും മഴക്കോട്ടൊക്കെ നല്ല രസമുണ്ട് കൈസ് കാണാൻ. അപ്പൊ നമ്മ നെക്സ്റ്റ് എവിടെ പോണേ? എല്ലാം ഉണ്ട് കൈസ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഇത് കണ്ടാ കണ്ടാ ലൈറ്റ് ഹൗസ് കണ്ടോ? നല്ല ഭംഗിയുള്ള ലൈറ്റ് ഹൗസ് ആണ്. ഇതാണ് പുതുവൈപ്പിലെ ലൈറ്റ് ഹൗസ്, അടിപൊളിയാണ്. പക്ഷെ അത് വേറെ ഏതൊരു വഴി പോണം ബാപ്പി. അതങ്ങനെ കറങ്ങി പോകണമെന്നുണ്ട്. എന്തോരം സ്റ്റെപ്പ് വേണമെന്ന് അറിയോ? മൂന്നാമതിലേക്കുള്ള സ്റ്റെപ്പ് വേണം. 34 സ്റ്റെപ്പ് ഉണ്ട്. 34 സ്റ്റെപ്പ് ഉണ്ട്. ഇവിടുന്ന് അവിടെ വരെ 2 കിലോമീറ്റർ ആദ്യം. ഈ റോഡ് എത്ര കിലോമീറ്റർ ഉണ്ട്? ഈ റോഡ് എത്ര അവിടെ കിടക്കണല്ലേ? അപ്പൊ അതല്ല ബാപ്പി പറഞ്ഞില്ലേ ഒരു 3 കിലോമീറ്റർ ഉണ്ടാവുന്നേ. ഇവിടുന്ന് ആ കാളവക്ക് ജംഗ്ഷൻ വരെ ഒരു 3 കിലോമീറ്റർ 3-3.5 കിലോമീറ്റർ 3 കിലോമീറ്റർ. അപ്പൊ അതേ ഗൈസ് ഇവിടെ 0.3 ആണ്. അത് നമുക്ക് 3.5 കിലോമീറ്റർ ആണ്. ഗൈസ് നമ്മൾ ജങ്കാറി പോകുമ്പോഴാണ്. അപ്പൊ അടുത്തതിലാണ് നമ്മൾ പോണത്. അടുത്തതിലാണ് പോണേ. ജസ്റ്റിൻ്റെ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കണ്ടേ. വണ്ടി എവിടെ കിടക്കണ്ടേ? നല്ല ഗതപ്പുണ്ട്. എന്തായാലും ടിക്കറ്റ് താണേ. നമുക്കുള്ള മെട്രോ ജങ്കാറുണ്ട്. അപ്പൊ ഇപ്പൊ വരും. കേറി കേറി കേറാ കേറി എല്ലാരും കേറി. അയനെ വേണ്ടി ഉമ്മതെ ഇറങ്ങി ഹാപ്പി. ഇതാണ് ജങ്കാട്ടോ. ഒരു ടിക്കറ്റ് കിട്ടുന്നുണ്ട്. അടുത്ത ജങ്കാറി ഫോട്ടോസിലെത്തിക്ക. ഐസ്ക്രീം ഒക്കെ മേടിച്ചത് അത് തിന്നാൻ തുടങ്ങിയ. അതൊരു പണി മഴയൊക്കെ പെയ്ത് അത് കൊള്ളായി. ഇവിടെ വന്നത് വെറുതെ ആയില്ലേ ഉണ്ടാവും. ഇനി ജങ്കാറിന് പോണ്ട, നമുക്ക് ജങ്കാറിന് പോണ്ട. പിന്നെ നമുക്ക് റോഡ് വഴിയോ ആണാ ഇങ്ങോട്ട് കയറി. എവിടെ വന്നേക്കാന്ന് അറിയോ? ഈ ഹോട്ടലിൽ പേര് അറിയാൻ പറ്റും. അങ്ങനെ അറിയാം. ഞാൻ പറഞ്ഞല്ലേ യൂട്യൂബിൽ അറേബ്യൻ പാലസ് പ്രതീക്ഷിക്കുന്നു. ഫുഡ് വന്നിട്ടുണ്ട്. മയോണീസ് പിന്നെ വൈൻ്റെ വെള്ളം ഇരിക്കുന്നു. അമ്മേൻ്റെ വൈൻ്റെ വെള്ളം ഇരിക്കുന്നു. പിന്നെ വൈന്ന് ഫുഡ് കഴിച്ചിറങ്ങി.
അവക്കാടോ ഷേക്ക് കുടിക്കാൻ വേണ്ടി വന്നേക്കാണ്. അവക്കാടോ ഷാർജ. അപ്പൊ നമ്മൾ ഷേക്ക് കുടിച്ചതിന് നമ്മ നേരെ വീട്ടിലേക്ക് പോകാനല്ലേ? ഉമ്മ വീട്ടിലേക്ക് പോണേ. വേറെ എവിടെ കയറണ്ട? ആളെ കളിയാക്കണല്ലോ അല്ലേ? എന്താ അവസ്ഥ അല്ലേ? അപ്പൊ ഗൈസ് നമ്മള് ഇനി നേരെ വീട്ടിലേക്ക് സ്കൂളുണ്ടാ നാളെ ഉച്ചവരുള്ളൂ. ഹാപ്പിക്ക് ഷേക്ക് കുടിച്ചിട്ട് എന്ത് തോന്നുന്നു? അയാളുടെ പകുതി ഞാൻ കുടിച്ചു. മത്തടിച്ചു അതിന് അയാളെ കുടിച്ചില്ല. ഞാൻ 2 ഷേക്ക് നമ്മളെ വണ്ടി. ഉമ്മനെ വീട്ടിൽ പോകാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ. നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ ബൈ.